ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിബിൾ ആണോ? സ്ലൈഡ്സ് എല്ലാവർക്കും വിസിബിൾ ആണോ? ഗുഡ് ഈവനിങ്. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഫിയോണ, ജോണി, ഹരിബാല, ഉത്തർ. ആൽബിൻ, ഗുഡ് ഈവനിങ്. നമുക്ക് എന്നാ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഡേ 6-ലാണുള്ളത് അല്ലെ? ഡേ 6-ലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റ് ആണ് കേട്ടോ. ജോഗ്രഫിയിൽ നമ്മൾ സ്പെസിഫിക്കലി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബേസിക് ഫാക്ട്സ്. ഓക്കെ, ഇന്ത്യയും അതിന്റെ ബേസിക് ഫാക്ട്സുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ലൊക്കേഷൻ, ഓക്കെ, ലൊക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. അതിന്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് എന്നുള്ളത് ഏത് ഏരിയ വരെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് സ്ഫിയറിലാണ് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലൈൻസ് ഉണ്ട്. നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെ, IST എന്നൊക്കെ പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ്, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ബേസിക്കലി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് ഒരു പെരിഫറൽ ഡിസ്കഷൻ നടക്കും. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ ഒരു നെയ്ബറിംഗ് കൺട്രീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു വേൾഡ് മാപ്പ് കാണാനായിട്ട് പറ്റും അല്ലെ? ഒരു വേൾഡ് മാപ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡില് എത്രാമത്തെ ലാർജസ്റ്റ് കൺട്രി ആണ്? സൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ? സൈസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ എത്രാമത്തെ ലാർജസ്റ്റ് കൺട്രി ആണെന്നൊന്ന് പറയാമോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, ആൽബിൻ ഹരിബാല ആൻസർ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന് മുമ്പുള്ള കൺട്രീസ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ റഷ്യ ഉണ്ട് അല്ലെ? റഷ്യ, കാനഡ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്, USA ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട്, ആൻഡ് ചൈന ഉണ്ട്, അതുപോലെ ബ്രസീലുണ്ട്. ആൻഡ് 7th വൺ ഈസ് ഇന്ത്യ അല്ലെ? ഇന്ത്യ. അപ്പം ഇതാണ് ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ സൈസ് വെച്ചിട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് ഇക്വേറ്റർ പറയുന്നത്. നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് ലാറ്റിറ്റ്യൂഡിന് എക്സാമ്പിൾ ആണ് 0 ഡിഗ്രി ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? നമ്മുടെ ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻസ് അല്ലെ? എന്താണ് ലൈൻ ബ്രോൺസ് പാരലൽ ടു ഇക്വേറ്റർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡിന് ഒരു എക്സാമ്പിളും കൂടെയാണ് നമ്മുടെ 0 ഡിഗ്രി
എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് 0° ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അക്ഷാംശം എന്ന് പറയും. 0° ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശം എന്ന് പറയും. ഇത് നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ, രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ഇക്വേറ്റർ നമ്മുടെ എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നു. സദേൺ ഹെമിസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ. എനിക്ക് മെസ്സേജ് ലേറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്തത്. സ്ലൈഡ്സ് കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഉത്തരാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും സ്ലൈഡ്സ് വിസിബിൾ ആണോ? എന്റെ വോയിസ് എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ? റിപ്പീറ്റ് ചെയ്യണോ? ആണോ? കേൾക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മുടെ കൺട്രീസിന്റെ 7th ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ എർത്തിലെ ഇക്വേറ്ററിന് പാരലായിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ 0° ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെ? ലാറ്റിറ്റ്യൂഡിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫൈൻ. ജോണി, നോ ഡൗട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം അല്ലെ, മുന്നോട്ട് പോകാം. ഇനി കുറച്ച് ഡിലേ ആയിട്ടാണ് മെസ്സേജ് വരുന്നത് കേട്ടോ, അതാണ് ഒരു ലേറ്റ് റിപ്ലൈ. അപ്പോൾ 0° ഇക്വേറ്ററിന് എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, അത്രയും ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഈ ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മളൊരു പെരിഫറൽ വ്യൂ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ബേസിക്കലി ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലെയും സദേൺ ഹെമിസ്ഫിയറിലെയും ഏരിയാസ് അല്ലെങ്കിൽ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മളിപ്പോ ഇവിടെ 10° ലാറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? 10° നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഇവിടെ 20° ആണെന്നുണ്ടെങ്കിൽ 20° നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. അതായത് N എന്നുള്ളൊരു ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താ ഈ ഒരു ഏരിയയിലെ ഇവിടെ ഇതൊരു 40° ലാറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഏത് നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഏത് ലെറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റ് ചെയ്യണമായിരിക്കും? ഏത് ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം? ഈ ഒരു ഇത് നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ ആണെന്ന് പറഞ്ഞു, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് പറയാമോ, ഈ 40° ലാറ്റിറ്റ്യൂഡിനെ ഞാൻ ഏത് ലെറ്റർ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യേണ്ടത്? ഒന്ന് പറയാമോ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഇവിടെ നമ്മള് ഇക്വേറ്ററിനെ കണ്ടല്ലോ അല്ലെ? ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ളത്, ഓക്കെ, ഇക്വേറ്ററിന്റെ മുകളിൽ നമുക്ക് 10° നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡ്സ് ആയതുകൊണ്ടാണ് 10° നോർത്ത് എന്ന് പറഞ്ഞത്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇക്വേറ്ററിന് ഇതാണ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ? ഈ താഴത്തെ ഭാഗമാണ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇവിടെ ഒരു 40° ലാറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40° ലാറ്റിറ്റ്യൂഡ്. അപ്പം ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ആ, ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായി. സൽഹാന, ഗായത്രി, റിയൽമി എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ആ, കാരണം സൗത്ത് ആയതുകൊണ്ട് എസ് അല്ലെ, എസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതെ, ദക്ഷിണ ധ്രുവം അല്ലെ, ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും എന്ന് നമ്മൾ പറയും. മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി നോക്കിക്കേ, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ളൊരു കൺട്രിയാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്നത്. കാനഡ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു കൺട്രിയാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ഉള്ളൊരു കൺട്രിയാണ് നമ്മുടെ ബ്രസീൽ എന്ന് പറയുന്നത് അല്ലെ? ബ്രസീലും കാനഡയും. ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം മനസ്സിലാക്കാനാണ് ബേസിക്കലി നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യുന്നത്.
രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് രണ്ട് ടു പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കോർഡിനേറ്റ്സിനെ തമ്മിൽ അല്ലെങ്കിൽ അവയുടെ അകലം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സദേൺ ഹെമിസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ അത് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു അല്ലെ. ലാറ്റിറ്റ്യൂഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് ഏരിയാസ് തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ലോഞ്ചിറ്റ്യൂഡിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡ് കാണാം. ഈ ഒരു ജിഫില് ലോഞ്ചിറ്റ്യൂഡ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഇതായിട്ട് എടുക്കുന്നത് 0° ലോഞ്ചിറ്റ്യൂഡിനെയാണ് എടുക്കുന്നത്. ഏതാണ്? 0° ലോഞ്ചിറ്റ്യൂഡ്. 0° ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൈം മെറിഡിയൻ എന്ന് പറയാം. പ്രൈം മെറിഡിയൻ. 0° ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇക്വേറ്റർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 0° ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയാം. ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? എർത്തിനെ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? നോക്കിക്കേ, ഇത് വെസ്റ്റ്, അതുപോലെ ഇത് ഈസ്റ്റ്. എല്ലാവർക്കും ഡയറക്ഷൻ അറിയാലോ അല്ലെ? ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ആൻഡ് ദിസ് ഈസ് ഈസ്റ്റ്, ഇറ്റ് ഈസ് വെസ്റ്റ് അല്ലെ. അപ്പോ നമ്മുടെ എന്താണ്? പ്രൈം മെറിഡിയൻ 0° ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ. നമ്മുടെ രണ്ട് പോൾസിനെയും കണക്ട് ചെയ്ത് ഡ്രോ ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോ അതില് 0° ലോഞ്ചിറ്റ്യൂഡിനെ എനിക്ക് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രീൻവിച്ച് ലൈൻ എന്ന് വിളിക്കും. ഗ്രീൻവിച്ച് ലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രീൻവിച്ച് ലൈൻ. ഗ്രീൻവിച്ച് ലൈൻ എന്തുകൊണ്ടാണെന്നറിയോ ഗ്രീൻവിച്ച് ലൈൻ എന്ന് വിളിക്കുന്നത്? നമ്മുടെ ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെയാണ് ആ ഒരു പർട്ടിക്കുലർ ലൈൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്രീൻ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ആണ് അല്ലെ? അതെ, ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ആണ് പറയാം. അപ്പൊ 0° ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ച് ലൈൻ. അത് നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതെ, കറക്റ്റ് ആണ്. ആൽബിൻ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻവിച്ച് ഇൻ ബ്രിട്ടീഷ് അല്ലെ, ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഒരു പ്ലേസിൽ കൂടെ വരയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ 0° പ്രൈം മെറിഡിയൻ എർത്തിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0° ലോഞ്ചിറ്റ്യൂഡ് എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് പറയാമോ? ആ, അല്ല, ഈ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള രീതിയിൽ, അതെ, ടൈം സോൺസ് നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഡിസ്കഷനിലോട്ട് ഡ്രാഗ് ചെയ്യാത്തത്. നോക്കിക്കേ, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് കണ്ടോ? അതായത് മനസ്സിലാക്കുക, പ്രൈമഡ് മെറിഡിയന് ഈ ഭാഗത്തേക്കുള്ള എല്ലാ ഏരിയാസും നമ്മൾ വെസ്റ്റ് വേൾഡ് എന്നുള്ള രീതിയിൽ പറയുന്നു. പ്രൈം മെറിഡിയന് ഈ ഭാഗത്തേക്കുള്ള ഏരിയാസ് നമ്മൾ ഈസ്റ്റ് വേൾഡ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈക്വൽ ആയിട്ട് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ നമ്മുടെ 0° ലോഞ്ചിറ്റ്യൂഡ് എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? വെസ്റ്റ് വേൾഡും ഈസ്റ്റ് വേൾഡ് എന്നുള്ള രീതിയിൽ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അത് ക്ലിയർ ആയോ? എങ്ങനെയാണ് പ്രൈം മെറിഡിയൻ നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ലാറ്റിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തത്? ഒന്ന് പറയാവോ? ലാറ്റിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തത്? അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിന് നമുക്കൊരു യൂസ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തത്? ഒന്ന് പറഞ്ഞേ. ഒന്ന് കമന്റ് ചെയ്യാമോ? ജോണിയുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും.
ടു ലൊക്കേറ്റ് ലാൻഡ്. അതായത് രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കാനാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ കാനഡയും ബ്രസീലും തമ്മിലുള്ള അകലം അല്ലെ. രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഉം. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനും ഒരു യൂസേജ് ഉണ്ട്. അപ്പം ലാറ്റിറ്റ്യൂഡ് എന്തിനാണ് കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതൊന്ന് പറയാമോ, മനസ്സിലായോ എന്നുള്ളത്? രണ്ട് ഏരിയാസ് തമ്മിലുള്ള അകലം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കിക്കേ, ലോഞ്ചിറ്റ്യൂഡിനും അതുപോലെ തന്നെ ഒരു യൂസേജ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് ഏരിയാസ് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ എന്താ, സോറി, ദൂരമല്ല, രണ്ട് ഏരിയാസ് തമ്മിലുള്ള ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൽബിൻ ആണോ പറഞ്ഞത് 24 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ്, രണ്ട് ഏരിയാസ് തമ്മിലുള്ള, ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അവരുടെ ഡേ ടൈം ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ രണ്ട് ഏരിയാസ് തമ്മിലുള്ള എന്താണ്, കൃത്യമായിട്ട് അവരുടെ ടൈം സോൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിറ്റ്യൂഡിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും യൂസേജ് മാത്രം ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അതെങ്ങനെയാണ് നമ്മുടെ വെർട്ടിക്കലായിട്ട്, ഇത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് ഡ്രോ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്, അല്ലെ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ഡ്രോ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഏരിയാസിന്റെ എന്താണ് കൃത്യമായിട്ടുള്ള അവരുടെ സമയം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ടൈംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ അവിടെ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് ടു നമ്മുടെ ഫസ്റ്റത്തെ പിക്ചറിലേക്ക് ഒന്ന് വരാം. ഈ ഒരു വേൾഡ് മാപ്പിലേക്ക് വരാം. ഈ ഒരു വേൾഡ് മാപ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലായി ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും, അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടോ 0° ലാറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നുണ്ടോ? 0° ലാറ്റിറ്റ്യൂഡ് ഉണ്ടോ? 0° ലാറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നോക്കിക്കേ, 0° ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? 0° ലോഞ്ചിറ്റ്യൂഡ്, അല്ലെ? 0° ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ ഈ ഒരു രീതിയിൽ 0° ലോഞ്ചിറ്റ്യൂഡ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, 0° ഇക്വേറ്റർ, അല്ലെ? 0° ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്റർ ഈ ഒരു രീതിയിൽ നമ്മുടെ എർത്തിനെ ഈക്വൽ ആയിട്ട് ഹാഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. 0°ക്ക് മുകളിലുള്ളതിനെയാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞത്. ആൽബിൻ റേസ് ചെയ്തിട്ടുണ്ടല്ലോ ഹാൻഡ്, എന്ത് പറ്റി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഉള്ളത് കൊണ്ടാണോ? ഓക്കെ, ഫൈൻ. ഇപ്പോ ഇതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ പറഞ്ഞു, ഇവിടെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ്, ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. എന്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്റെ സ്റ്റേറ്റ്മെന്റിനോട്? ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, കറക്റ്റ് ആണോ? നിങ്ങൾ ഈ ഒരു മാപ്പിൽ നിന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. ആൽബിൻ നോ പറഞ്ഞിട്ടുണ്ട്. സൽഹാന ഫാത്തിമ യെസ് പറഞ്ഞിട്ടുണ്ട്. ഹരിബാല യെസ് പറഞ്ഞിട്ടുണ്ട്. ഉത്തര യെസ് പറഞ്ഞിട്ടുണ്ട്. ആൽബിൻ എന്ത് പറ്റി നോ പറയാൻ കാരണം? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ ഇക്വേറ്ററിന് മുകളിലേക്കുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? എന്താണ് ഉത്തര അർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാ വിളിക്കുക, അല്ലെ? ഇക്വേറ്ററിന് മുകളിലേക്കുള്ള ഭാഗം. ഇക്വേറ്ററിന് താഴേക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഇന്ത്യ എവിടെയാ കിടക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇക്വേറ്ററിന് മുകളിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഇന്ത്യ എവിടെ തന്നെയാണ് കിടക്കുന്നത്? കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലെ? ആൽബിന് ക്ലിയർ ആയോ? കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ത്യ കിടക്കുന്ന എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലേ? ആൽബിന് ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പൊ നിങ്ങളതെ ഈ ഒരു പിക്ചറും കൂടെ ഒന്നുകൂടെ നോക്കണേ. നമ്മൾ ഇവിടെ പറഞ്ഞു ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, അല്ലെ? അപ്പോ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നോക്കിക്കേ, ഈ നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഈ പോർഷനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെ? നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. അതുപോലെ നോക്കിക്കേ, ഈ പോർഷനും ഇടയിലുള്ള, വിച്ച് മീൻസ് ഇത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്. ഈ പോർഷൻ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം.
അല്ലെ, നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. അയ്യോ, റിയൽമി അത് അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ഇവിടെ ബാക്കി എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? ആർക്കും സ്ക്രീൻ കാണാൻ പറ്റാതെ ഇല്ലല്ലോ അല്ലെ? എല്ലാവർക്കും വിസിബിൾ അല്ലേ? അതെ. അപ്പൊ റിയൽമി അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഇവിടെ ബാക്കി എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, എല്ലാരും പറഞ്ഞു മുബാഷിറ, ഓക്കെ, ഹരിബാല, ജോ, എല്ലാരും പറഞ്ഞിട്ടുണ്ട് വിസിബിൾ ആണെന്ന്. ഓക്കെ, അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നെക്സ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് വിസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. ദാ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ദാ ഈ ഒരു ഭാഗം, ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞു നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്തിനും വെസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഭാഗം നോർത്ത് വെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ, ഈസ്റ്റിനും സൗത്തിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഏരിയനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് പറയാം സൗത്തിനും ഈസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ആ, ഹരിബാല ആൽബിൻ, സൗത്ത് ഈസ്റ്റ് അല്ലെ? സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് കറക്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ്, റിയൽമി, ജോണി, എല്ലാരും കറക്റ്റ്. സൽഹാന കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദേ ഈ ഒരു ഭാഗത്തെയും കൂടെ പറയാമോ? സൗത്തിനും വെസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ. സൗത്തിനും വെസ്റ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ. എല്ലാരും ആൻസർ വന്നിട്ടുണ്ട്. ഹരിബാല, ആൽബിൻ, റിയൽമി, എല്ലാരും ആൻസർ വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് എന്ന് പറയാം അല്ലെ? സൗത്ത് വെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിട്ട് നോക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജോ കറക്റ്റ് ആണ്, സൽഹാന കറക്റ്റ് ആണ്, ഉത്തര കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇന്ത്യ ലൈ ചെയ്യുന്നത് സ്പെസിഫിക്കലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞു. അപ്പോ അതല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ കൃത്യമായിട്ട് ഏത് ഹെമിസ്ഫിയറിലെ ഏത് പോർഷനിലാണെന്ന് പറയാമോ? നോർത്ത് വെസ്റ്റിലാണോ, നോർത്ത് ഈസ്റ്റിലാണോ, സൗത്ത് ഈസ്റ്റിലാണോ, സൗത്ത് വെസ്റ്റിലാണോ? എവിടെയാ ഇന്ത്യ ലൈ ചെയ്യുന്നത്? എല്ലാരും ഒന്ന് പറയാൻ ശ്രമിച്ചേ. ആൽബിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒന്ന് പറഞ്ഞേ. ഹരിബാല കറക്റ്റ് ആണ്. ജോണി കറക്റ്റ് ആണ്. അതെ, നമ്മുടെ നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യ ലൈ ചെയ്യുന്നത് അല്ലെ? നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യ ലൈ ചെയ്യുന്നത്. അതെ, ജോ കറക്റ്റ് ആണ്. ഫിയോണ കറക്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യ ലൈ ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഫൈൻ. ഓക്കെ, സൽഹാന കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഏരിയയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ആണ് നമ്മളിപ്പം മനസ്സിലാക്കിയത് അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ്. പക്ഷെ എന്താണ്, നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് കംപ്ലീറ്റ്ലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഒരു ഏരിയ, അതായത് ഈ കംപ്ലീറ്റ്ലി കിടക്കുന്ന ഇന്ത്യ, നമ്മൾ വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലാൻഡ് ഏരിയ ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യ എത്ര വേൾഡിലെ മൊത്തത്തിലുള്ള ലാൻഡ് ഏരിയയുടെ എത്ര ഏരിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എത്ര ഏരിയയിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പറയാൻ പറ്റും? 2.42% ആണ്. 2.4 ലൈ ചെയ്ത് കിടക്കുന്നത് കേട്ടോ. 2.42% ആണ് ഇന്ത്യ ലൈ ചെയ്ത് കിടക്കുന്നത്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ മൊത്തത്തിൽ നോക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്ത്യ അക്കൗണ്ട്സ് 2.42% ഓഫ് ദ ടോട്ടൽ വേൾഡ് ലാൻഡ് ഏരിയ. വേൾഡ് ലാൻഡ് ഏരിയയുടെ 2.42% ആണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതെ, ഔട്ട് ഓഫ് 100, 100 ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വേൾഡിനെ 100 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.42% ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെ? കൃത്യമാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇനി നമ്മൾ ഇന്ത്യനെ ഫോക്കസ് ചെയ്യാണ് കേട്ടോ. നോക്കിക്കേ, നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ? അതായത് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇക്വേറ്ററിന് പാരലായിട്ട് വരയ്ക്കുന്ന എന്താണ് ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രൈം മെറിഡിയൻ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ? ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അത് മറന്നു പോകരുത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ട് ഏരിയ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് മനസ്സിലാക്കാനും, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ടൈം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്, നേരത്തെ നമ്മൾ ഇന്ത്യ വേൾഡിൽ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അല്ലെ? നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി ഇതിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ദാ ഇങ്ങനെ പോകുന്ന എന്റെ ലൈൻ കണ്ടല്ലോ അല്ലെ, ദാ ഇങ്ങനെ പോകുന്ന ഒരു ലൈനാണ്, ഒരു ലാറ്റിറ്റ്യൂഡാണ് 8 ഡിഗ്രി 4 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡ്. നമ്മൾ ബേസിക്കലി ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും ഒക്കെ ഡിഗ്രി വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് കേട്ടോ. ഡിഗ്രി വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണോ അത് കുറച്ചധികം ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഡിസ്കഷൻ ഇവിടെ കൊണ്ടുവരാത്തത്. ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് നമ്മൾ നോർത്ത് യൂസ് ചെയ്തത്? നമ്മൾ പറഞ്ഞു ഇന്ത്യ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ അതുകൊണ്ട് ഞാൻ ലാറ്റിറ്റ്യൂഡിന്റെ അവിടെ ഒരു നോർത്ത് യൂസ് ചെയ്തു അല്ലെ. അപ്പോ 8 ഡിഗ്രി 4 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡിന്റെ ലൈൻ ആണ് ഇതായി പോയത്. 8 ഡിഗ്രി 4 മിനിറ്റ്സ് എന്താണ്? നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റന്റ് നമ്മൾ സദേൺ ഏരിയയിലെ 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ആൻഡ് മുകളിലേക്ക് വരുമ്പോഴത്തേക്കിന് നോക്കിയേ, കണ്ടോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഈ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടോ? ഈ രണ്ട് കോർഡിനേറ്റ്സ് എഴുതിയതിൽ ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടോ? ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എഴുതിയതിൽ ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓ, ഓക്കെ, ഓക്കെ, ഫൈൻ. അതാണ് എന്തെന്ന് പറയാ, ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്ന് പറയാ. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയയിലാണ് ആര് ലൈ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ ലൈ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്നുകൂടെ പറയാം. നോക്കിക്കേ, 8 ഡിഗ്രി 4 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡ്, അതായത് ബ്ലൂ ക്ലിയർ അല്ല അല്ലേ? ഇതില് കളർ ചൂസ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് ഇതില് കളർ ചൂസ് ചെയ്യാൻ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് തീരെയും കാണാൻ പറ്റുന്നില്ലേ ബ്ലൂ? വേറെ കളറിൽ എഴുതാൻ എനിക്ക് കളർ അത്ര കളർ എവിടെ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ അറിയത്തില്ല, സോറി. ഓക്കെ ആണോ? ബ്ലൂവില് ഞാൻ എഴുതിയാ? ഓക്കെ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണേ, അതെനിക്ക് കൃത്യമായിട്ട് മാറ്റാൻ അറിയത്തില്ല. നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് ശരിയാക്കാം. ഓക്കെ. അപ്പോ ഈ നിങ്ങൾ മനസ്സിലാക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞു 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറഞ്ഞു അല്ലെ. 0 ഡിഗ്രി. ഓക്കെ. 0 ഡിഗ്രി ആണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറഞ്ഞു. ഇനി ഇതിന് നമ്മൾ പറഞ്ഞു ഇന്ത്യ മുകളിലേക്ക് വരികയാണ്. അപ്പൊ നോക്കിക്കേ, പോൾസിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതൊരു എന്താണ് 1 ഡിഗ്രി ആയി. ആൻഡ് നെക്സ്റ്റ് 2 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആയി, 3 ഡിഗ്രി ആയി, അങ്ങനെ 4, 5 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ കാരണം മനസ്സിലായോ? 8 ഡിഗ്രി ആകുമ്പോഴാണ് ഇന്ത്യയുടെ സദേൺ ടിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് 37. അതുപോലെ 8, 10, 15, 19, 20 അങ്ങനെ 37 വരുമ്പോഴാണ് നമുക്ക് നോർത്തേൺ ഏരിയയിലെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതിയത്, 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനും കൂടെ ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ്. ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണ് എന്തെന്ന് പറയാ? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയാ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വരുന്ന, ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കോ, നമ്മൾ ഇവിടെ 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ കഴിഞ്ഞു അല്ലെ. ഈസ്റ്റിലേക്ക് വന്നു, 1, 2, 3, 4, 5 അങ്ങനെ വന്നിട്ട് എത്ര? 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ആ ഒരു ലൈനാണ് ഇതെന്ന് പറയുന്നത്. 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇവിടെ 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതും ബ്ലൂ ആണ്. ഓക്കെ.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അതുപോലെ തന്നെ നോക്കിക്കേ 97 ഡിഗ്രി, ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത് 97 ഡിഗ്രി 25 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റ് എന്ന് പറഞ്ഞേ? 25 മിനിറ്റ്സ് ഈസ്റ്റ്. എന്തുകൊണ്ടാ ഈസ്റ്റ് എന്ന് പറഞ്ഞേ? എന്ന് പറയാവോ എന്തുകൊണ്ടാ ഈസ്റ്റ് എന്ന് പറഞ്ഞതെന്ന്? എന്തുകൊണ്ടാ ഈസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് ഒന്ന് പറയാമോ? ഈസ്റ്റ് സൈഡിലായതുകൊണ്ട്. എന്തിന്റെ ഈസ്റ്റ് സൈഡിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ പ്രൈം മെറിഡിയന്റെ ഈസ്റ്റ് സൈഡ്. അങ്ങനെ തന്നെ പറയണം കേട്ടോ. നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. പ്രൈം മെറിഡിയന്റെ ഈസ്റ്റ് സൈഡിലായതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. പ്രൈം മെറിഡിയന്റെ വെസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ലോഞ്ചിറ്റ്യൂഡിനെ വെസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്തേനെ. വെസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്തേനെ. 0 ഡിഗ്രി പ്രൈം മെറിഡിയന് വെസ്റ്റ് ആയിരുന്നെങ്കിൽ വെസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്തേനെ. 0 ഡിഗ്രി പ്രൈം മെറിഡിയന് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് ഡിനോട്ട് ചെയ്തത്. അല്ലല്ല, 82.5 കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് പറയാം, അത് IST, അത് വേറെയാണ്. 82 കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. ഇത് നമ്മൾ അതുപോലെ തന്നെ 68 ഡിഗ്രി 7 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അത് മനസ്സിലായോ? അതായത് ഈ രണ്ട് ലൈൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇന്ത്യ കിടക്കുന്നത്. ഈ രണ്ട് ലൈൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇന്ത്യ കിടക്കുന്നത്. അതെ, ഈ രണ്ട്. അപ്പം ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനോ 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അതുപോലെ തന്നെ 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, റിയൽമിയും ആൽബിനും ഒക്കെ എനിക്ക് ISTയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന്റെ കാര്യം ഞാൻ അതിവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ പറഞ്ഞത് ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുവാണേ. ഇവിടെ നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മളിപ്പം ഈ നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ എത്ര ഏരിയാസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇത് നമുക്കറിയാം. നമ്മുടെ ഇത് നോർത്തേൺ ഏരിയയും ഇത് സദേൺ റീജിയനും ആണ് അല്ലെ? സദേൺ റീജിയനും ആണ്. ഇത് നോർത്തും സൗത്തും ആണെന്നുള്ളത് അറിയാം. സോ ഇവിടെ നോക്കിക്കേ, നോർത്ത് ടു സൗത്ത് വരുമ്പോഴത്തേക്കിനും ഇന്ത്യയുടെ ആ ഒരു നീളം കണ്ടോ? അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ നോർത്ത് ടു സൗത്ത് ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ഇന്ത്യ നോർത്ത് ടു സൗത്ത്, വടക്ക് നിന്നും തെക്കോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ട് പോകുമ്പോൾ എത്ര കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്? 3214 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ നമ്മൾ ഈ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈസ്റ്റ് ടു വെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈസ്റ്റ് ടു വെസ്റ്റ് 2933 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ പറഞ്ഞ ആ രണ്ട് ലോഞ്ചിറ്റ്യൂഡിന്റെയും ഇടയിലുള്ള ആ ഒരു പോർഷനാണ് നമ്മളിപ്പോ പറയുന്നത്. 2933 കിലോമീറ്റർ ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് ടു വെസ്റ്റ് ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന എത്രയാണ്? 2933 കിലോമീറ്റർ. അതുപോലെ തന്നെ നോർത്ത് ടു സൗത്തോ? നോർത്ത് ടു സൗത്ത്, നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞാല് 3214 കിലോമീറ്റർ അല്ലെ? 2414 കിലോമീറ്റർ. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ 3214 കിലോമീറ്റർ, ഈസ്റ്റ് ടു വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2933 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഓരോരോ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കണ്ടു അല്ലെ? അതില് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ല, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. വെസ്റ്റേൺ മോസ്റ്റ് അതുപോലെ തന്നെ സദേൺ മോസ്റ്റ് പോയിന്റ് മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിക്കേ, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദിരാ കോളാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്?
ദാറ്റ് ഈസ് ഇന്ദിരാകോൾ. ഓക്കെ, ഇന്ദിരാകോൾ ഇവിടെ ലഡാക്ക് എന്നാണ് കിടക്കുന്നത്, അത് തെറ്റാണ്. സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റേഞ്ച് ആണ്. നമ്മൾ റേഞ്ച് ഒക്കെ പഠിക്കുന്നത്, ഫിസിയോഗ്രഫി ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ പഠിക്കുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, കാരക്കോറം ഏരിയയിൽ കിടക്കുന്ന ഇന്ദിരാകോൾ ആണ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കാരക്കോറം. അപ്പം അതിന്റെ ആ പേരിപ്പോ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇന്ദിരാകോൾ. ഇന്ദിരാകോൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദിരാകോൾ. ചിലർക്കെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ നിങ്ങള്? ഇന്ദിരാകോൾ. ഇന്ദിരാകോൾ. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ, ഇനി നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നോക്കാം. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൽ നമുക്ക് കാണാൻ പറ്റുന്ന കിബീത്തു ആണ്. അരുണാചൽ പ്രദേശിൽ കാണാൻ പറ്റുന്ന കിബീത്തു ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കിബീത്തു. ഓക്കെ, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൽ കാണാൻ പറ്റുന്നത്, അത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കിബീത്തു. അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. എവിടെയായിരിക്കും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരിക? നിങ്ങൾക്ക് ഈ മാപ്പിൽ നിന്ന് കാണാൻ പറ്റും. എവിടെയായിരിക്കും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരിക? ആ സ്റ്റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്ന ആ സ്റ്റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ? വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാവോ? ഏതാ? അഭിനവ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്, ഗുജറാത്ത് അല്ലെ. ഗുജറാത്തിലെ ഗുഹാർ മോത്തി എന്ന് പറയുന്ന ഏരിയ ആണ് എന്താണ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗുഹാർ മോത്തി. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗുഹാർ മോത്തി. അതെ, കറക്റ്റ് ആണ്, ജോ കറക്റ്റ് ആണ്, ഗുജറാത്ത് അല്ലെ. ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ നോർത്തേൺ മോസ്റ്റ് പറഞ്ഞു, ദാറ്റ് ഈസ് ഇന്ദിരാകോൾ, സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റേഞ്ച്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കിബീത്തു. ഏതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശിൽ കാണാൻ പറ്റുന്ന കിബീത്തു. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഗുഹാർ മോത്തി, സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത് അല്ലെ. ഇനി നോക്കിക്കേ, നമ്മുടെ സദേൺ മോസ്റ്റ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സദേൺ മോസ്റ്റ് പോയിന്റ്. സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഏതാണ്? ആ ഹരിബാല പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും, നമുക്ക് ഈ ഒരു സ്റ്റഡീസിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കേരളയാണ് സദേൺ മോസ്റ്റ് എൻഡിൽ കാണാൻ പറ്റാന്ന്. അല്ല കേട്ടോ, നമുക്ക് കേരള മാപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ചെറിയ ഡിഫറൻസിൽ ആരാ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്? നമ്മുടെ തമിഴ്നാടാണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് തമിഴ്നാടിന്റെ ഏത് റീജിയൻ ആണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്? അതെ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഏത് റീജിയൻ ആണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്? കന്യാകുമാരി. അല്ലെങ്കിൽ നിങ്ങൾ കേപ്പ് കമോറിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. കേപ്പ് കമോറിൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, നമ്മുടെ കന്യാകുമാരി ഒക്കെയാണ് അല്ലെ. കന്യാകുമാരിയിൽ എല്ലാവരും പോയിട്ടില്ലേ കാണാനൊക്കെ? കന്യാകുമാരിയാണ് സദേൺ മോസ്റ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് വരിക. കന്യാകുമാരി. ആ അതായത് തിരുവനന്തപുരം ഒക്കെ കഴിഞ്ഞിട്ടാ. തിരുവനന്തപുരം നമ്മുടെ കേരളയാണല്ലോ അല്ലെ. തിരുവനന്തപുരം കേരളയാണ്, പക്ഷെ തിരുവനന്തപുരം കഴിഞ്ഞിട്ടാണ്, തിരുവനന്തപുരത്തിൽ കൂടെ കന്യാകുമാരി പോകാൻ വളരെ ഈസിയാണ്, പക്ഷെ തിരുവനന്തപുരം കഴിഞ്ഞിട്ടാണ് കന്യാകുമാരി. അതായത് തന്നെയാണ് നമ്മുടെ തമിഴ്നാടിന്റെ ഏരിയ ആണെന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞേ അപ്പോ തിരുവനന്തപുരം, സോറി, തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരിയാണ് സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു രണ്ട് ആൻസർ നിങ്ങൾക്ക്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ കന്യാകുമാരി എന്ന് പറയുന്നത് ഇന്ത്യ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ്. ഇന്ത്യ മെയിൻലാൻഡ്. മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ്. മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പം 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ആണുള്ളത് അല്ലെ. അപ്പൊ അതിൽ ഈ കാണുന്ന ഏരിയ മാത്രമല്ല ഇന്ത്യക്കുള്ളത്. പിന്നെ ഏതൊക്കെയുണ്ട്? രണ്ട് ഐലൻഡ് നേഷൻസും കൂടെ ഉണ്ട് അല്ലെ. രണ്ട് ഐലൻഡ് ഏരിയാസും കൂടെ ആർക്കുണ്ട്? രണ്ട് ഐലൻഡ്സും കൂടെ ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് ഐലൻഡ്സ് എന്ന് അറിയാമോ? ഏതൊക്കെയാണ് രണ്ട് ഐലൻഡ്സ് എന്ന് അറിയാമോ? അയ്യോ, ചൈന ഐലൻഡ്സ് ആണ് ഞാൻ ചോദിച്ചത്. ചൈന നമ്മുടെ നെയ്ബറിംഗ് കൺട്രി അല്ലേ, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ചൈന എന്ന് പറയുന്നത് നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണ്, കൺട്രി ആണ് അല്ലെ. അപ്പൊ അഭിനവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, റിയൽമി കറക്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആൽബിൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റിയൽമി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹരിബാല പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും ആണ് നമ്മുടെ രണ്ട് ഐലൻഡ്സ് എന്ന് പറയുന്നത് അല്ലെ.
അപ്പോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏത് സീ സിസ്റ്റത്തിലാണ് ഉള്ളതെന്ന് പറയാമോ? അതെ, തസ്ലീൻ കറക്റ്റ് ആണ്. ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ. ആദ്യം നേരെ കേട്ടില്ല, പോട്ടെ പോട്ടെ കുഴപ്പമില്ല. ഓക്കെ, ബ്രോ കറക്റ്റ് ആണ്, നിക്കോബാർ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ അറേബ്യൻ സീ സിസ്റ്റത്തിലുള്ളത് അല്ലേ? ലക്ഷദ്വീപ് എന്ന് പറയുന്നത്, അതെ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അറേബ്യൻ സീ സിസ്റ്റത്തിലുള്ളതാണ്. നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയയിലുള്ളതാണ് അല്ലെ? അറേബ്യൻ സീ സിസ്റ്റം ആണ് ഇത്, അറേബ്യൻ സീ. ഞാൻ ഏസ് എന്നില്ല. ഇവിടെയാണ് നമ്മുടെ ആരുള്ളത്? ലക്ഷദ്വീപ് ഉള്ളത്. ലക്ഷദ്വീപ് ഉള്ളത് അല്ലെ? അതുപോലെ തന്നെ ദാ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയൻ ഉണ്ട് അല്ലെ? ബേ ഓഫ് ബംഗാൾ റീജിയൻ ഉണ്ട്. ആ ഭാഗത്ത് ആരാണുള്ളത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ അല്ലെ? ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദാ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് കാണിച്ചിട്ടുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. അപ്പൊ ഈ ഏരിയനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മെയിൻലാൻഡ് എന്ന് ചോദിച്ചാൽ ഐലൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയനെയാണ് നമ്മൾ ഇന്ത്യയുടെ മെയിൻലാൻഡ് എന്ന് പറയുന്നത്. ഐലൻഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ എന്നായിരിക്കും നമ്മൾ പറയാ. ഇന്ത്യൻ യൂണിയൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യൻ യൂണിയന്റെ സ്ക്രീനിൽ വരയ്ക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ്, വരയ്ക്കില്ലെന്ന് പറഞ്ഞപ്പോ വീണ്ടും വരച്ചോ? ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് മനസ്സിലാക്കുക, നമ്മുടെ ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള നിക്കോബാർ ഐലൻഡിലുള്ള ഇന്ദിര പോയിന്റ് ആണ്. ഓക്കെ, ഇന്ദിര പോയിന്റ്. നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് ഇന്ദിര പോയിന്റ്. നിങ്ങൾ പിഗ്മാലിയൻ പോയിന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കുഴപ്പമില്ല കുഴപ്പമില്ല, പ്രശ്നമില്ല, നമുക്ക് റബ് ചെയ്യാലോ. നോട്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ? നോട്ട് എഴുതുന്നെങ്കിൽ എടുക്കുള്ളൂ കേട്ടോ. നമ്മളിത് ഞാൻ എന്റെ ഈ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മാപ്പ് വെച്ചിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിലോട്ട് പോവാത്തെ. ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മാപ്പ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കണ്ടേ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് ഐലൻഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന റീജിയൻ ആണ്. അപ്പൊ ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ടിപ്പ് എന്ന് ചോദിച്ചാൽ, സദേൺ ടിപ്പ് എന്ന് ചോദിച്ചാൽ ഏതായിരുന്നു ആൻസർ? ദാറ്റ് ഈസ് കന്യാകുമാരി. പക്ഷെ ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ്. നമ്മുടെ പഴയ പേരാണ് പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിഗ്മാലിയൻ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്. PY ആണ്, PYGMALION, പിഗ്മാലിയൻ പോയിന്റ്. പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് എന്ന് പറയും. അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കി, ഇങ്ങനെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് കിടക്കുന്നത്. അപ്പോ അതില് ഏറ്റവും സദേൺ മോസ്റ്റ് ഏരിയയിൽ കിടക്കുന്നത് ഏതാണ്? ഇത് ആൻഡമാനും ഇത് നിക്കോബാറും ആണ്. അപ്പൊ ഈ ഏറ്റവും സദേൺ മോസ്റ്റിൽ കിടക്കുന്നത് ആരാണ്? നിക്കോബാർ ഐലൻഡ്സ്. നിക്കോബാർ ഐലൻഡ്സിന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് ആണ് നമ്മുടെ ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്നൊന്ന് പറഞ്ഞ എല്ലാരും? ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയാമോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. അതെ, അഭിനവ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് പോയിന്റ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഏതാ? നമ്മുടെ ഇന്ദിര പോയിന്റ് ആണ് അല്ലെ? ഇന്ദിര പോയിന്റ് ആണ്. എല്ലാരും അത് ഓർത്തോണം. പക്ഷെ ഇന്ത്യൻ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റോ? ജോ കറക്റ്റ് ആണ്. ഇന്ത്യൻ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഇന്ത്യൻ മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മറന്നു പോവല്ല, നമ്മുടെ കന്യാകുമാരി. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കന്യാകുമാരി അല്ലേ? അതാണ് ഇന്ത്യൻ മെയിൻലാൻഡ്. അഭിനവ് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഓക്കെ, ആൽബിൻ കറക്റ്റ് ആണ്. നമ്മുടെ കന്യാകുമാരി അല്ലെ? കന്യാകുമാരിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറഞ്ഞു, കേപ്പ് കമോറിൻ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ടിപ്പിലുള്ളതാണ്, ആർക്കും തെറ്റിപ്പോകരുത് കേട്ടോ.
അതുപോലെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഏതാണെന്ന് പറയാമോ? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഏതാണെന്ന് പറയാമോ? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഏതായിരുന്നു? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇന്ദിര കോൾ. ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഇന്ദിര കോൾ, ആൽബിൻ കറക്റ്റ് ആണ്. ഇന്ദിര കോൾ അല്ലെ, ഇന്ദിര കോൾ ആണ് സദേൺ മോസ്റ്റ്, സോറി നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ദിര കോൾ ആണ്. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, അതെ, ഇന്ദിര കോൾ, ജോ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന, നമ്മുടെ ഇന്ത്യയിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇന്ത്യയിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടോ? ഇന്ത്യയിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടോ? ദാ ഇവിടെ നോക്കിക്കേ, ഇല്ല അല്ലെ, ആൽബിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെയാണ് ഏത്, ദാ ഈ ഭാഗത്താണ് 0° ലാറ്റിറ്റ്യൂഡ് വരുന്നത് അല്ലെ, 0° ലാറ്റിറ്റ്യൂഡ് വരുന്നത്. അതിനും മുകളിലാണ്, അതെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്, നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ്, അതിനും മുകളിലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ, 8° മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതെ കറക്റ്റ് ആണ്. അപ്പൊ എല്ലാവരും നോ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ഈ ഒരു പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിന്റെ പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. 23.5 ആണ് ഏത് പറയാ, നമ്മുടെ 23.5 ആണ് ഈ പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിന്റെ. 23.5 എന്തായിരിക്കും? നോർത്ത് ആണോ സൗത്ത് ആണോ? നമുക്കറിയാം നോർത്ത് ആണ് അല്ലെ, നോർത്ത് ആണ്. 23.5 നോർത്ത് ലാറ്റിറ്റ്യൂഡ്, 23.5 നോർത്ത് ലാറ്റിറ്റ്യൂഡ്. അതെ അതെ കറക്റ്റ് ആണ്, ആൽവിൻ കറക്റ്റ് ആണ്. നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഗുജറാത്ത് ഉണ്ട്, ഇവിടെ രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനിൽ വളരെ ചെറിയൊരു ഏരിയ കടന്നു പോകുന്നുള്ളൂ അല്ലെ, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. അതുപോലെ നോക്കിക്കേ, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഈ ഭാഗം ത്രിപുര, ആൻഡ് ദിസ് ഈസ് മിസോറാം. എത്ര സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്? സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ, 8 സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. അതെ, അഭിനവ് കറക്റ്റ് ആണ്, ആൽബിൻ കറക്റ്റ് ആണ്. 8 സ്റ്റേറ്റ്സിൽ കൂടെ ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. 23.5 നോർത്ത് ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം അതും നമ്മൾ കഴിഞ്ഞു. അപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം അല്ലേ. ഇനി നോക്കിക്കേ, നിങ്ങൾ നേരത്തെ പറഞ്ഞ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത് നമുക്ക് നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡ്സ്, നമ്മൾ നിങ്ങൾ ഇത് വെച്ചിട്ട് ഓർത്താൽ മതി, ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു അല്ലെ. കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ നമുക്കറിയാം ധാരാളമായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ടൈമിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലേറ്റർ സ്റ്റേജിൽ. ഒരു ടൈംസ് ഒന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യ മൊത്തവും ഒരൊറ്റ ടൈം സോണിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെറിഡിയൻ. നോക്കിക്കേ, 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ടൈം ഉണ്ടാവുക. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കേരളത്തിൽ നിന്ന്, അതെ അതെ, ഗ്രീൻവിച്ചിൽ നിന്നുള്ള ഡിഫറൻസ് ഒക്കെ ആൽബിൻ പറയുന്നുണ്ട്. ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, കേരളത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്കാ, മധ്യപ്രദേശ് പോവാ. മധ്യപ്രദേശ് പോകുമ്പോഴത്തേക്കിനും നമുക്ക്, അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ള ഒരാളെ നമ്മൾ വിളിക്കുക. അപ്പം ഈ ടൈമിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടൊക്കെ നമുക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അരുണാചൽ പ്രദേശിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോവാം. അപ്പം ഈ ടൈമിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ, എല്ലായിടത്തും ഏകദേശം സെയിം ടൈം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ ടൈം നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ ടൈം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. നോക്കിക്കേ, ഒരു സ്റ്റേറ്റ്സിൽ, ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെയാണ് IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് നോക്കാം. ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ നോക്കി ചെറുതായിട്ട് മധ്യപ്രദേശ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഉണ്ടോ? എത്ര സ്റ്റേറ്റിൽ കൂടെ കടന്നുപോയി?
5 സ്റ്റേറ്റ്സിൽ കൂടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. എത്ര സ്റ്റേറ്റിൽ കൂടെ കടന്നുപോയി? 5 സ്റ്റേറ്റ്സിൽ കൂടെ കടന്നുപോയി അല്ലെ, 5 സ്റ്റേറ്റ്സിൽ കൂടെ കടന്നുപോയി. ഒന്നുകൂടെ നോക്കിക്കേ, ഉത്തർപ്രദേശ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് നമ്മൾ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. മധ്യപ്രദേശിന്റെ ഏറ്റവും ഈസ്റ്റേൺ ഒരു എൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതെ, 5 സ്റ്റേറ്റ്. ഓക്കെ, ഈസ്റ്റേൺ എൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നോക്കിക്കേ, ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ആൻഡ് ആന്ധ്രാപ്രദേശ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ട്രോപ്പിക് ഓഫ് ക്യാൻസറും കടന്നു പോകുന്ന, രണ്ടും കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് പറയാമോ നിങ്ങൾക്ക്? ട്രോപ്പിക് ഓഫ് ക്യാൻസറും അതുപോലെ തന്നെ ISTയും കടന്നു പോകുന്ന, IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്മുടെ 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, അലഹബാദ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് പറയാം. അത് രണ്ടും കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് പറയാം. എല്ലാവരും ഒന്ന് ആലോചിച്ച് പറഞ്ഞത്. ഈ ISTയുടെ മാപ്പ് ഇതാണ്. ഞാൻ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മാപ്പും കൂടെ ഒന്ന് കാണിക്കാം. നോക്കിക്കേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓഫ് ക്യാൻസറിന്റെ മാപ്പ് ഇതാണ്, ISTയുടെ മാപ്പ് ഇതാണ്. ഒന്ന് പറയാവോ? ആ, അഭിനവ് പറഞ്ഞു. അഭിനവ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഭിനവ് മാത്രമേ പറഞ്ഞിട്ടുള്ള. നോക്കിക്കേ, എവിടെ ഉത്തർപ്രദേശ് വരുന്നത് നോക്കിക്കേ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ആരും എന്താ മിണ്ടാത്തെ? റിയൽമി പറഞ്ഞു. ഓക്കെ, റിയൽമി പറഞ്ഞു, കറക്റ്റ് ആണ്. മധ്യപ്രദേശ് കറക്റ്റ് ആണ്. ഉത്തരാ സുരേഷ് പറഞ്ഞു. മധ്യപ്രദേശ് മാത്രമേ ഉള്ളൂ? എല്ലാരും എന്താ മധ്യപ്രദേശ് മാത്രം പറയുന്നത്? മധ്യപ്രദേശ് മാത്രമേ ഉള്ളോ? അശ്വതി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഛത്തീസ്ഗഡും ഉണ്ട് അല്ലെ. ഛത്തീസ്ഗഡ് കണ്ടോ, ദാ ഇവിടെ കിടപ്പുണ്ട്. ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഉണ്ട്. ISTയും അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും. ആൽബിൻ, ഉത്തർപ്രദേശ് അല്ലല്ലോ. ഉത്തർപ്രദേശിൽ IST മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ട്രോപ്പിക്. കണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ മധ്യപ്രദേശും ഛത്തീസ്ഗഡും ആണ് രണ്ട് എന്താണ് ISTയും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് ഓഫ് ക്യാൻസറും ക്രോസ് ചെയ്യുന്നത്. പ്രദേശ് കറക്റ്റ് ആണ്. മധ്യപ്രദേശിന്റെ കൂടെ ആരും കൂടെ ഓർത്ത് വെക്കുക, നമ്മുടെ ഛത്തീസ്ഗഡ്. എല്ലാവർക്കും കാണാമല്ലോ അല്ലെ. ചെറുതായിട്ടൊന്ന് ഷോർട്ട് ആയതാ, കറണ്ട് വന്നു പോയത്. എല്ലാവർക്കും കാണാമോ? ഓഡിബിൾ ആണോ ഇപ്പോ? സ്ലൈഡ്സ് കാണാമല്ലോ. ഓക്കെ, ഇതാ നോക്കിയേ, നമ്മുടെ ഗുജറാത്ത് മുതൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഇന്ത്യയുടെ മാരിടൈം ബോർഡർ എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ, കടലിൽ കൂടെയുള്ള ഇന്ത്യയുടെ ഒരു ലൈനാണ് നമ്മൾ ഈ പറയുന്നത് അല്ലെ. കടൽ സമുദ്രാതിർത്തി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ്. മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗുജറാത്ത് മുതൽ ഇതുവഴി ഇങ്ങനെ വന്ന്, ഗുജറാത്ത് മുതൽ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഇതാണ് വെസ്റ്റ് ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഏരിയ ആണ് ഇന്ത്യയുടെ മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത്. ഇന്ത്യക്ക് രണ്ട് കോസ്റ്റൽ ഏരിയാസ് ഉണ്ട് അല്ലെ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു ഏതൊക്കെയാ, നമ്മുടെ അറേബ്യൻ സീ സിസ്റ്റത്തിന്റെ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിന്റെ പാർട്ടും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മള്
7517 ആണ് ഇന്ത്യയുടെ മാരിടൈം ബൗണ്ടർ എന്ന് പറയും. മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത് 7517 ആണെന്ന് പറയും. പക്ഷെ ഇപ്പൊ അത് റീസെന്റ് സ്റ്റഡി അനുസരിച്ചിട്ട് ഈ മാരിടൈം ബൗണ്ടറിനെ എന്താണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 11,000 എത്രയാണ് 98 കിലോമീറ്റർ. ജോണി എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഞാനിവിടെ നോട്ടിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കേൾക്കുന്ന അനുസരിച്ച് നോട്ട്സ് എഴുതുന്നവരാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇത് കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നോട്ട്സ് നമുക്ക് തന്നെ അല്ലെ, ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് തന്നെ വായിക്കാൻ പറ്റുന്നത് നമ്മുടെ നോട്ട്സ് തന്നെ ആയിരിക്കും. ഇവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ കൂടുതലായിട്ടും എന്തിനെയൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ അറ്റ്ലസിന്റെയും ഗ്ലോബിനെയും മാപ്പിനെയൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാപ്പ് കാണിച്ച് പറഞ്ഞത്. ഓക്കെ അല്ലേ? അതെ, മാപ്പ് സ്റ്റഡി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ജോഗ്രഫിക് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ മാപ്പ് സ്റ്റഡി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ 7517 കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയുടെ മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റൽ ലൈൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ഐലൻഡ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് 7517 കിലോമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട്, വളരെ റീസെന്റ് ആയിട്ട് 2023-24 പീരീഡിൽ അതൊരു 11,000 ആയിട്ട് അതെന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കോസ്റ്റൽ ലൈൻ ഒരു 11,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ ഒരു ബ്രാക്കറ്റിൽ 11,098 കിലോമീറ്റർ എന്നുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ ഒരു മെയിൻ ലാൻഡ് ബോർഡർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മെയിൻ ലാൻഡ് ബോർഡർ ആണ് 6,100 കിലോമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. മെയിൻ ലാൻഡ് ബോർഡർ എന്തായിരിക്കും? നമ്മൾ നേരത്തെ മെയിൻലാൻഡിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് എക്സ്റ്റെന്റ് കണ്ടായിരുന്നു അല്ലെ. മെയിൻലാൻഡിന്റെ സദേൺ മോസ്റ്റ് എക്സ്റ്റെന്റ് ആയിരുന്നു നമ്മുടെ കന്യാകുമാരി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അവിടെ എന്താണ്, ഐലൻഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല അല്ലെ. ഐലൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള ഇന്ത്യയുടെ എന്താണ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നതാണ് 6,100 കിലോമീറ്റർ. അത് രണ്ടും ക്ലിയർ ആണോ? കൺഫ്യൂസ്ഡ് ആവരുത്. ഇന്ത്യയുടെ മെയിൻലാൻഡ് ബോർഡർ, അതായത് നമ്മുടെ ഐലൻഡ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള ഇന്ത്യയുടെ പോർഷൻ ആണ് 6,100 കിലോമീറ്റർ എന്ന് പറയുക. ഇനി ഐലൻഡ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ മാരിടൈം ബൗണ്ടറി എന്ന് പറയുന്നത് 7,517 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 11,000 കിലോമീറ്ററിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആണോ? എല്ലാവർക്കും അത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. എനിക്ക് മെസ്സേജ് വരാത്തതാണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ, ഫൈൻ. ഇനി ഇന്ത്യയുടെ നമ്മളെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇന്ത്യക്ക് ധാരാളമായിട്ടുള്ള ഇന്റർനാഷണൽ ലാൻഡ് ബോർഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അതായത് നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ഇന്ത്യനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലാൻഡ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ഇതൊക്കെ ജോഗ്രഫിക്കലി ഏരിയാസ് ആണ് അല്ലെ. നമ്മളെ നാട്ടിൽ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ സ്ഥലങ്ങൾ ഓരോരുത്തരുടെയും സ്ഥലങ്ങൾ എങ്ങനെയാ അതിര് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോ സ്ഥലങ്ങൾക്കും ഓരോ അതിര് പറയാറുണ്ട്. ആ ഒരു കിടക്കുന്ന ചെറിയൊരു പുഴയാണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ അതിര് അല്ലെ. ആ പുഴയ്ക്കപ്പുറം ഇന്ന ആളുടെ സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ അതിരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ലാൻഡ് ബോർഡേഴ്സും ഉണ്ട്. ഡിഫറെന്റ് കൺട്രീസിന്റെ ലാൻഡ് ബോർഡേഴ്സ്. അങ്ങനെയാണ് ഓരോ ഏരിയാസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ലാൻഡ് ബൗണ്ടറി ഉണ്ട്. ചെറുതായിട്ട് ഏറ്റവും ഇവിടെ നമുക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ഒരു ലാൻഡ് ബൗണ്ടറി കാണാം. ഇന്ത്യ ചൈനയുടെ ഒരു ലാൻഡ് ബൗണ്ടറി കാണാം. ഇന്ത്യ നേപ്പാളിന്റെ ഒരു ലാൻഡ് ബൗണ്ടറി കാണാം. ഇവിടെ ഭൂട്ടാൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇന്തോ മ്യാൻമർ ലാൻഡ് ബൗണ്ടറി കാണാം. അതുപോലെ തന്നെ ഇന്തോ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കാണാം അല്ലെ. അതെ, LOC. ആർക്കും ഒരു ഡൗട്ട് ഉണ്ടല്ലോ. അഭിനവ് ചോദിച്ചോ. ടീച്ചർ ആ പഴയ ഒന്ന് എടുക്കാവോ, മുമ്പേ കാണിച്ചത്? ആ എടുക്കാമല്ലോ. ഇതാണോ? ഇതെല്ലാം കുറച്ചു മുമ്പ് എഴുതി കാണിച്ചില്ലായിരുന്നോ? ഇതാണോ? അല്ലല്ല, ഈ മെയിൻലാൻഡ് ബോർഡർ ഒക്കെ എഴുതി കാണിച്ചില്ലായിരുന്നോ? ഇത്
ടീച്ചർ, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി 5200 കിലോമീറ്റർ ആന്ന് പറയുന്നത്. ചെറുതല്ല, മറ്റേ നേരത്തെ കാണിച്ചു, ഇപ്പം കാണിച്ചില്ലായിരുന്നോ? ആ ടീച്ചർ, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി മെയിൻലാൻഡിന്റെയും ഇതും തമ്മിൽ എന്ത് ടീച്ചർ വ്യത്യാസം? ആ അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞേ, നമ്മുടെ മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഐലൻഡ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻ ആണ് മെയിൻലാൻഡ് എന്ന് പറയാം. നമ്മൾ സദേൺ മോസ്റ്റ് ടിപ്പ് പഠിച്ചില്ലേ? നമ്മൾ രണ്ട് ടിപ്പ് പഠിച്ചു അല്ലെ? എന്തൊക്കെയാ പഠിച്ചത്? മെയിൻലാൻഡിന്റെ ടിപ്പും പഠിച്ചു, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ സദേൺ മോസ്റ്റ് ടിപ്പും പഠിച്ചു. അപ്പൊ എന്താണ് നമ്മുടെ ഐലൻഡ്സ്? ഏതൊക്കെയായിരുന്നു ഐലൻഡ്സ്? നമ്മുടെ ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും. ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തുള്ള ഏരിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതാണ് മെയിൻലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ ഈ ഭാഗം നോക്കിയാൽ മതി. ഈ ഭാഗം വെച്ചിട്ടുള്ള ഇത് മാത്രമാണ് ഞാൻ ഈ പറയുന്ന മെയിൻലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും എന്താണ്? കടൽ തന്നെയാണോ? ക്ലിയർ ആയോ? ആ ഓക്കെ. അപ്പൊ അതാണ് 6100 എന്താണ് കിലോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ ഐലൻഡ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 7500 ആയിരുന്നത്. പക്ഷെ അതാണ് 11,000 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ധാരാളമായിട്ടുള്ള എന്താണ് ഡിഫറെന്റ് കൺട്രീസുമായിട്ട് നമുക്ക് ലാൻഡ് ബൗണ്ടറീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതില് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ലാൻഡ് ബൗണ്ടറി ആണ് ഏതെന്ന് പറയാം? നമ്മുടെ റാഡ്ക്ലിഫ് ലൈൻ അല്ലെ? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ലാൻഡ് ബൗണ്ടറി ആണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ളതാണ്, ഒഫീഷ്യലി ഉള്ളതാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒഫീഷ്യൽ ലാൻഡ് ബൗണ്ടറി. നമ്മൾ ഈ LOC ഒക്കെ പറയത്തില്ലേ, ലൈൻ ഓഫ് കൺട്രോളും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ്. ബട്ട് അത് ഒഫീഷ്യലി ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു ഏരിയ ആണ് ഏതെന്ന് പറയാ? LOC എന്ന് പറയാ. അപ്പൊ ഒഫീഷ്യലി രണ്ട് കൺട്രീസും അംഗീകരിച്ചിട്ടുള്ള ലാൻഡ് ബൗണ്ടറിയിൽ വരുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒഫീഷ്യൽ ലൈനാണ് ഡ്യൂറൻ ലൈൻ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒഫീഷ്യൽ ലൈനാണ് മക്മോഹൻ ലൈൻ. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും വരെ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും വരെ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്? ഇന്ത്യയിലെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് മുതലായിരുന്നു അല്ലെ? നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് പറഞ്ഞു. കൃത്യമായിട്ടും ഇന്ത്യ ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ദാറ്റ് ടു സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റും നമ്മൾ പറഞ്ഞു അല്ലെ? ലാറ്റിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പറയാമോ? ലാറ്റിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്യുന്നത്? എന്ത് കണ്ടുപിടിക്കാനാ ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. മറന്നുപോയോ എല്ലാരും? ഓഡിബിൾ ആണല്ലോ അല്ലെ? ആ തസ്ലിൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് അല്ലെ? രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെ, രണ്ട് സ്ഥലങ്ങളുടെ ദൂരം മനസ്സിലാക്കാൻ. ജോണി കറക്റ്റ് ആണ്, തസ്ലിൻ കറക്റ്റ് ആണ്, ജോ കറക്റ്റ് ആണ്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് എന്തായിരുന്നു? ലോഞ്ചിറ്റ്യൂഡും കൂടെ ഒന്ന് പറയാവോ? അതെ, ലോഞ്ചിറ്റ്യൂഡ് അഭിനവ് കറക്റ്റ് ആണ് കേട്ടോ. ലാറ്റിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ. ലോഞ്ചിറ്റ്യൂഡ് കറക്റ്റ് ആണ് അഭിനവ്, ടൈം മനസ്സിലാക്കാൻ അല്ലെ? രണ്ട് ഏരിയാസിന്റെ ടൈം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മുടെ 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ? അതെ, സ്ഥലങ്ങളുടെ സമയം. ജോണി കറക്റ്റ് ആണ്, ജോ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കേട്ടോ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാകോൾ ആണ്. അതെ, റിയൽമി കറക്റ്റ് ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഏരിയാസ്. ടൈം മനസ്സിലാക്കാനാണ് അല്ലെ? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാകോൾ ആണ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നമ്മുടെ
കിബീതു, അരുണാചൽ പ്രദേശിലെ കിബീതു ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗുഹാർമോത്തി, ഗുജറാത്ത്. സദേൺ മോസ്റ്റ് പോയിന്റ്, എന്തിന്റെ സദേൺ മോസ്റ്റ് പോയിന്റ്? കന്യാകുമാരി എന്തിന്റെ പോയിന്റ് ആണെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോന്ന് എനിക്കും ക്ലിയർ ആവും. കന്യാകുമാരി ഇന്ത്യയുടെ എന്തിന്റെ സദേൺ മോസ്റ്റ് ടിപ്പാണ്? മെയിൻലാൻഡ് ആണോ യൂണിയൻ ടെറിട്ടറി ആണോ? അല്ലെങ്കിൽ മെയിൻലാൻഡ് ആണോ യൂണിയൻ ആണോ? മെയിൻലാൻഡിന്റെ ആണോ യൂണിയന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് ആണോ കന്യാകുമാരി എന്ന് പറയുന്നത്? മെയിൻലാൻഡ്. ആൽബിൻ, അഭിനവ് കറക്റ്റ് ആണ്. അതെ, മുബാഷിറ കറക്റ്റ് ആണ് കേട്ടോ. മെയിൻലാൻഡ്, ബ്രോ കറക്റ്റ് ആണ് അല്ലെ. ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. അപ്പൊ യൂണിയന്റെ ആണെന്നുണ്ടെങ്കിലോ, യൂണിയന്റെ, ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ആൻസർ പറയാ? ഏതായിരിക്കും ആൻസർ പറയാ? ഇന്ത്യൻ യൂണിയന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ പറയാ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ദിര പോയിന്റ്, എക്സാക്ട്ലി ഇന്ദിര പോയിന്റ് എല്ലാരും പറഞ്ഞു. അതിന്റെ പഴയ പേരാണ് പിഗ്മാലിയൻ പോയിന്റ് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ നമ്മള് എക്സ്റ്റൻഷനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. എക്സ്റ്റൻഷൻ പറഞ്ഞു, അതെ, ഇന്ദിര പോയിന്റ് കറക്റ്റ് ആണ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അഭിനവ് ജോ കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡിനെ പരിചയപ്പെട്ടു അല്ലെ. അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ദാ ഈ കാണുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഹൗ മെനി സ്റ്റേറ്റ്സ്? എത്ര സ്റ്റേറ്റ്സിൽ കൂടെയാ പാസ് ചെയ്യുന്നത്? എത്ര സ്റ്റേറ്റ്സിൽ കൂടെ ആയിരുന്നു പാസ് ചെയ്യുന്നത്? 8 സ്റ്റേറ്റ്സ് അല്ലെ. ആ, അതെ, 23.5 ആണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. കോർഡിനേറ്റ് എന്ന് പറയുന്നത് 8 സ്റ്റേറ്റ്സിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ആൽബിൻ കറക്റ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം അല്ലെ. മിസോറാം, അത്രയും 8 സ്റ്റേറ്റ്സിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഞാൻ ഈ റിയൽമി എന്ന് വിളിക്കുന്നതേ, ഒരാൾ അതിൽ റിയൽമി എന്ന് പറയുന്ന ഒരു അതാണോ നിങ്ങളുടെ ഡൗട്ട് ആയിട്ട് വന്നത്? ഓക്കെ, മേ ബി ആ ഫോണിൽ നിന്നായിരിക്കും കേറിയിട്ടുണ്ടാവും. അപ്പം അവരുടെ ഐഡി റിയൽമി എന്നുള്ളതായിരിക്കും കേട്ടോ. അതാ ഞാൻ റിയൽമി എന്ന് വിളിക്കുന്നത്. എനിക്ക് നെയിം ആയിട്ട് വരുന്നത് അതാണ് കേട്ടോ. ഓക്കെ, IST എത്ര സ്റ്റേറ്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, എത്ര സ്റ്റേറ്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെ. 5 അല്ലെ, കറക്റ്റ്. കറക്റ്റ് ആണ്, 5 ആണ്. ആൽബിൻ കറക്റ്റ് ആണ്. അഭിനവ് കറക്റ്റ് ആണ്. 5 സ്റ്റേറ്റ്സിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതെ, ജോ, മുബാഷിറ കറക്റ്റ് ആണ്. നോക്കിക്കേ, ഏതൊക്കെയായിരുന്നു? ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. നമ്മുടെ ISTയും ട്രോപ്പിക് ഓഫ് ക്യാൻസറും പാസ് ചെയ്യുന്ന 2 സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ പറയും? ഏതൊക്കെ പറയും നിങ്ങള്? റിയൽമി കറക്റ്റ് ആണ്. ഏതൊക്കെ പറയും? 2 ISTയും അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഏതൊക്കെ പറയും? 2 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞേ. അഭിനവ് കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റുകൾ നമ്മൾ പറഞ്ഞു. മധ്യപ്രദേശ്, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, അഭിനവ് മധ്യപ്രദേശ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മധ്യപ്രദേശിലൂടെയും ഛത്തീസ്ഗഡിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലെ, രണ്ടും. എക്സാക്ട്ലി, അഭിനവ് കറക്റ്റ് ആണ്. ഛത്തീസ്ഗഡ്. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് കേട്ടോ. നിങ്ങള് പൈസ, ലൊക്കേഷൻ, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ക്ലാസ് ഓക്കെ. താങ്ക് യു ജോണി. ഓക്കെ, ആ ആദ്യം ഒരു ആൻസർ ഇപ്പോഴാണ് വരുന്നത്. ജോ. ഓക്കെ, ശ്രീലക്ഷ്മി, താങ്ക് യു. റിയൽമി, ഓക്കെ, താങ്ക് യു റിയൽമി. ഓക്കെ, താങ്ക് യു ഓൾ. ആൽബിൻ, താങ്ക് യു. ഫിയോണ, താങ്ക് യു. രവി,